ആഫ്റ്റർ ലിവർ ഡോണർ സർജറി ദേഹത്തുണ്ടാകുന്ന സർജറിയുടെ മുറിപ്പാടുകൾ എത്രത്തോളം വിസിബിൾ ആയിരിക്കും? ഐ എം ഡോക്ടർ സുധീർ മുഹമ്മദ്, കൺസൾട്ടൻറ്റ് HPB ലിവർ ട്രാൻസ്പ്ലാന്റ് സർജൻ, ഇൻ്റഗ്രേറ്റഡ് ലിവർ കെയർ, കൊച്ചി. ലിവർ ഡോണർ സർജറി നമ്മുടെ യൂഷ്വലി 3 രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സർജറിയാണ്. 3 രീതിയിൽ മീൻസ് അപ്രോച്ച് സർജറി ഒന്ന് തന്നെയായിരിക്കും, 3 അപ്രോച്ചിൽ കൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഓപ്പൺ സർജറി. ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാൽ മുറിവുണ്ടാക്കി ചെയ്യുന്ന ഒരു ലോങ് ഇൻസിഷൻ ഇട്ട് നമ്മുടെ ആ ഡോണർ സർജറി ചെയ്യുന്നതാണ് ഓപ്പൺ സർജറി. രണ്ടാമത്തത് മെയിൻലി ഒരു മിനിമൽ ഇൻവേസീവ് സർജറിയാണ്. മെയിൻലി 2 രീതിയിലാണ് ഈ ഡോണർ സർജറി ചെയ്യുന്ന, ഓപ്പൺ ആൻഡ് മിനിമലി ഇൻവേസീവ് സർജറി. ഓപ്പണിൽ ഒരു ലോങ് ഇൻസിഷൻ ഇട്ട് ഡോണർ സർജറി കംപ്ലീറ്റ് ആക്കുന്നതും, മിനിമലി ഇൻവേസീവ് സർജറി അത് 2 അപ്രോച്ചിൽ കൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് കീ ഹോൾ ലാപ്രോസ്കോപ്പിക്കലി ചെയ്യുന്നതും, രണ്ടാമത് റോബോട്ടിക് സർജറി, റോബോട്ടിക്സ് ആംസ് ഉപയോഗിച്ച് സർജൻ്റെ കൺട്രോളിൽ ചെയ്യുന്ന സർജറിയാണ്. അതാണ് മിനിമലി ഇൻവേസീവ് സർജറി, ലാപ്രോസ്കോപ്പിക്കൽ ഓർ റോബോട്ടിക്. മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദീസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർജറിക്ക് മുറിവിൻ്റെ പാടുകൾ ഒരു അപ്പർ ആസ്പെക്റ്റ് ഓഫ് ദ ബോഡിയിലായിരിക്കും. മറ്റേതിൽ മുറിവിൻ്റെ പാടുകൾ ഭയങ്കര ചെറുതായിരിക്കും, നമ്മുടെ കാണാൻ പറ്റാത്ത അടുത്തായിരിക്കും ആ സ്കാർ യൂഷ്വലി കാണുന്നത് ഇൻ ലാപ്രോസ്കോപ്പിക്കൽ ആൻഡ് റോബോട്ടിക് സർജറി. ഓപ്പൺ സർജറിയിൽ യൂഷ്വലി നമ്മുടെ ഓപ്പൺ സർജറിയിൽ ചെയ്യുന്ന ഇൻസിഷൻസ് ഡോണർ സർജറി ഒരു ചെസ്റ്റ് ബോണിൻ്റെ താഴെ തുടങ്ങി അംബിലിക്കസിൻ്റെ മുകളിൽ വരെ എത്തുന്ന ഒരു വെർട്ടിക്കൽ ഇൻസിഷനാണ്. ഏകദേശം ഒരു 10 to 15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഇൻസിഷനാണ് ഇടുന്നത്. അപ്പോൾ അതൊരു മുകളിലാണ്. അപ്പോൾ നമ്മുടെ യൂഷ്വലി ഒരു ഡ്രസ്സ് മാറ്റുകയോ സാരി മാറ്റുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് യൂഷ്വലി വിസിബിൾ പാർട്ടിലാണ് ആ ഇൻസിഷൻ യൂഷ്വലി കാണുന്നത്. അപ്പോൾ ഒരു കോസ്മെറ്റിക്കലി ലെസ് അപ്പീലിംഗ്, കുറച്ച് ലെസ് അപ്പീലിംഗ് ആണ് പുറത്ത് കാണുന്നത് കൊണ്ട്.